ഇന്നേ ഞാനും അനിയത്തിയും പിന്നെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളും കൂടെ കൊടകര ഫെസ്റ്റ് ഒന്ന് കാണാൻ പോവാം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഈ ഫെസ്റ്റ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊടകര ഷഷ്ടി നടക്കുന്ന അമ്പലമുണ്ട്, കുന്നത്തൃക്കോവിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ കൊടകര ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഉച്ചയ്ക്ക് 2:30 തൊട്ട് രാത്രി വരെയാണ് പരിപാടി. അത് ഏപ്രിൽ 13 വരെയുള്ളതെന്നാണ് ഇപ്പം അറിഞ്ഞത്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനി അത് നീട്ടുമോയെന്നും അറിയില്ല. അപ്പോൾ അതേ ഞങ്ങൾ ഏകദേശം ഒരു 5:30 സമയത്താണ് പോണത് കേട്ടോ. ശരിക്കും രാത്രി പോണതാണ് നല്ലത്, കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാം. ഞങ്ങൾക്ക് പിന്നെ വേറെ പരിപാടിയുള്ള കാരണം ഞങ്ങൾ വേഗം 5:30 ആയപ്പോൾ പോയിന്ന് മാത്രം. അപ്പോൾ ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനത്തെ റൈഡാണ് കാണുന്നത്. ഇതിന് ചുറ്റൊക്കെ ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വെളിച്ചമുള്ള കാരണം ലൈറ്റ്സ് ഒന്നും ഓണല്ല. തിരിച്ചു വരുമ്പോഴേക്കും അതൊക്കെ ഓണായിട്ടുണ്ട്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് കളിക്കാവുന്ന റൈഡുകളും ഉണ്ട്. 1-2 റൈഡുകൾ കണ്ടു. എന്താ ഇതുപോലെ താറാവ് അതിൽ കയറി ഇത് തിരിയണ റൈഡ്. ഇപ്പോൾ ഈ സമയത്തൊന്നും തിരക്കൊന്നുമില്ല, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഒരു തീവണ്ടിയുടെ പോലത്തെ റൈഡ് അത് കണ്ടു. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മത്സ്യകന്യക അത് കാണാം. അത് നല്ല രസമുണ്ടായിരുന്നു. അവിടെ പാട്ടൊക്കെ വെച്ചിട്ട് ആ മത്സ്യകന്യക നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ പോസ് ചെയ്ത് തന്നു. നല്ല കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമായി. അത് നമുക്ക് കുറച്ച് നേരം നോക്കി നിന്ന് പോവും, കാരണം നല്ല രസമുണ്ടായിരുന്നു. ഓരോരുത്തർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ മത്സ്യകന്യക നല്ല രീതിയിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളോട് പെരുമാറും. നമ്മളോട് ഇങ്ങനെ ഹായ് കാണിച്ച് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾ ഓരോരുത്തരും ഫോട്ടോ എടുക്കാനായാലും നമ്മുടെ കൂടെ നിന്ന് പോസ് ചെയ്ത് തന്നിരുന്നു. അങ്ങനെ കുറേ നേരം, ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞങ്ങൾ മത്സ്യകന്യകേനെ മാത്രം തന്നെ നോക്കി നിന്നു അവിടെ. പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉണ്ടായുള്ളൂ. അങ്ങനെ വരുന്നവരൊക്കെ ഈ മത്സ്യകന്യകയുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മത്സ്യകന്യക അങ്ങോട്ട് നീന്തലും ഇതുപോലെ തന്നെ ഓരോ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ്. ഈ മത്സ്യകന്യകേനെ നോക്കിയിരുന്നാൽ തന്നെ സമയം പോണത് അറിയില്ല, കാരണം നല്ല എൻ്റർടൈൻമെൻറ്റും ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മതി വരുവോളം അത് നോക്കിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ ഉള്ളിലേക്ക് കയറാൻ തുടങ്ങി. ഇത് മാത്രമാണ് മെയിനായിട്ട് കാണാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോളുകളൊക്കെ വളരെ കുറവായിട്ട് തന്നെ തോന്നി. അപ്പോൾ അതൊന്നും അത്ര ഇതായിട്ട് തോന്നിയില്ല, കാരണം ഇത് നമ്മൾ അമ്പലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എൻട്രി ഫീസും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി. അപ്പോൾ അധികം അങ്ങോട്ട് വിപുലീകരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളത് നല്ല രസമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേ പതുക്കെ ഞങ്ങൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡും നെറ്റിൻ്റെ ഡോർ വെച്ച് അടച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നിറയെ പക്ഷികൾ എന്ന് പറഞ്ഞപ്പോൾ ഇതേ പ്രാവുകളുണ്ട്, കോഴികളുണ്ട്, പിന്നെ നിറയെ ലവ് ബേർഡ്സ് ഉണ്ട്. ലവ് ബേർഡ്സാണ് നിറച്ചും. അവരൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വെറുതെ ഫ്രീ ആക്കി വിട്ടേക്കാണ്. അപ്പോൾ 2 സൈഡും ക്ലോസ് ആയ കാരണം, മുകളിലും ക്ലോസ്ഡ് ആയ കാരണം അവർ എങ്ങോട്ടും പറന്നൊന്നും പോവില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ റൗണ്ട് അടിച്ച് നടക്കും ഫ്രീ ആയിട്ട്. പിന്നെ ആൾക്കാർ വരുമ്പം ഇതിൻ്റെ നടത്തിപ്പുകാർ ഒരു വടി എടുത്തിട്ട് വെറുതെ അങ്ങനെ വീശി കാണിക്കുമ്പോൾ അവർ ഈ ചില്ലകളിൽ നിന്നൊക്കെ പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ചും കൂട്ടായിട്ട് പറക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അവരിങ്ങനെ ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നിരിക്കും. മേലൊന്നും കയറിയിരിക്കാനില്ല, അവിടെ അടുത്തൊക്കെ വന്നിരുന്ന് നമുക്ക് അടുത്തുനിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പാകത്തിന് ഒക്കെ നിന്ന് തന്നിരുന്നു. പിന്നെ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പക്ഷികൾ. പിന്നെ നമുക്ക് വേണമെങ്കിൽ വലിയ പക്ഷികൾ ഇഷ്ടമുള്ളത് നമുക്ക് അവിടെ മേല് നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. കുറച്ച് പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തില്ല, അനിയത്തി ചെയ്തിരുന്നു. ഞങ്ങൾക്ക് പിന്നെ മെയിൻ അട്രാക്ഷൻ തോന്നിയിട്ടുള്ളത് നമ്മുടെ പാമ്പിനെ ഒരു ചേട്ടൻ കഴുത്തിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് തൊട്ട് നോക്കണം, കഴുത്തിലിടണം എന്നുള്ള ചെറിയൊരു ആഗ്രഹം വന്നു. നല്ല പേടിയുണ്ടായിരുന്നു, എന്നാൽ കൂടിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഇതിനൊക്കെ അവർ എക്സ്ട്രാ ചാർജ് ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിറച്ചും അങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഇടയിലൊക്കെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു.
ഈ മത്സ്യകന്യകയും ഈ ഒരു ഭാഗവും മാത്രമാണ് ശരിക്കും ഈ പരിപാടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അട്രാക്ഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നോർമൽ നമ്മൾ എക്സിബിഷൻസിലൊക്കെ കാണുന്ന പോലെ ഒരു 5-6 സ്റ്റോളുകളും കൂടി ഉണ്ടെന്നേ ഉള്ളൂ എക്സ്ട്രാ. പക്ഷെ ഇത് രണ്ടും വർത്തായിരുന്നു. ഇതേ നമ്മുടെ ചേട്ടൻ പാമ്പിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പേടി പോകാനായിട്ട് ആൾ പതുക്കൊന്നും നമ്മളെ കൊണ്ട് തൊടിയിച്ച് നോക്കുന്നുണ്ട്. കുറേ ധൈര്യം തന്നു കേട്ടോ, പേടിക്കേണ്ട, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ ചെയ്യില്ല എന്ന് പറഞ്ഞാലും പാമ്പല്ലേ എന്നൊരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. ആദ്യം കുറേ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ നിന്നതാണ്. അപ്പോഴാണ് അനിയത്തി ആ കിളീനെ തോളത്തിട്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവൾ ആദ്യം ആ കിളീനെ ഇതിനെടുത്തിട്ട് തോളത്ത് നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കി. വേറൊരു ചേച്ചി ചെയ്യണ കണ്ടിട്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് അവൾ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. നല്ല ഫോട്ടോസൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇത് അങ്ങനെ ഇരുന്നപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ കിട്ടിയപ്പോൾ പിന്നെ പോകാൻ നേരത്താണ് പാമ്പിനെയും കൂടെ ഒന്ന് തോളത്തിട്ടാൽ ഇതുപോലൊരു ചാൻസ് പിന്നെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് രണ്ട് മനസ്സായിട്ട് നിന്നു. പിന്നെ ആ ചേട്ടനും കുറേ മോട്ടിവേഷനും ധൈര്യമൊക്കെ തന്നു. ഒന്നും ചെയ്യില്ല, വെറുതെ അനങ്ങാണ്ട് നിന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പക്ഷി കിടന്ന് അവളുടെ ശബ്ദം ഉണ്ടാക്കുമ്പോഴൊക്കെ അവൾക്ക് നല്ല ടെൻഷനാവുന്നുണ്ട്, പേടിയാവുന്നുണ്ട്. അപ്പം അതിൻ്റെ വായിലൊരു കമ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് കൊത്താണ്ടിരിക്കാനാണോ എന്നറിയില്ല. അതാണെങ്കിൽ ആ കമ്പ് പിടിവിടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ അവസാനം പാമ്പിനെ തോളത്തിട്ടു. എൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നല്ല ധൈര്യം ഉണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ അകലേന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓടിപ്പോണ ആളാണ് ഞാൻ. പിന്നെയാണ് ഇത്ര അടുത്ത് തൊടാനും തോളത്തിടാനും. പിന്നെ എന്തോ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ചെയ്തു. അവസാനം ആൾ പറഞ്ഞ് കയ്യിലും പിടിച്ചിട്ട് ഫോട്ടോസ് എടുത്തോളാൻ പറഞ്ഞ്. അങ്ങനെ കയ്യിലെടുത്തപ്പോൾ കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു. തോളത്തിട്ടപ്പോഴായിരുന്നു ഭയങ്കര ടെൻഷൻ. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത ആൾക്ക് കൈമാറി. ഞാനിടുന്ന് കണ്ടപ്പോൾ ബാക്കിയുള്ളവർക്കും ഒന്ന് ഇട്ടാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം വന്നു. അങ്ങനെ ഞാനിട്ട് കണ്ട് ഇൻസ്പയർഡായിട്ട് എൻ്റെ അനിയത്തിയും ഇതുപോലെ പാമ്പിനൊന്ന് തോളത്തിട്ട് അവളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പറയുന്നുണ്ട് ഇതെന്തെങ്കിലും ചെയ്യുമോ, കടിക്കുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞില്ല, അനങ്ങാണ്ട് നിന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല, അതിനെ പിടിച്ചമർത്താണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ട് ആ ചേച്ചിയും കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളും കയ്യിലൊക്കെ എടുത്ത് പാമ്പിനെ ഇപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല ധൈര്യമായിട്ടാണ്. പിന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് മക്കളും ഇൻസ്പയർഡ് ആവുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ മോളോട് ചോദിച്ചപ്പോൾ അവൾക്കൊന്ന് കഴുത്തി ഇട്ടാൽ കൊള്ളാമെന്നുണ്ടായി പാമ്പിനെ. പാമ്പ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്നിട്ടും അവൾ ധൈര്യപൂർവ്വം പാമ്പിനെ ഇട്ട് കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷമാണോ സങ്കടമാണോ എന്താണെന്നറിയില്ല. കാരണം ഇവളിങ്ങനെ പാമ്പിനെ ഇടുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്ന് മാത്രം. അപ്പോൾ അവൾ ഇടാം എന്ന് പറഞ്ഞൊരു കൂസലും ഇല്ലാണ്ട്. അപ്പോൾ കരയുന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൾ ഇനിയിപ്പോൾ പാമ്പ് ഏതാണെന്ന് അങ്ങനെ എത്ര ഇതായിട്ട് അറിയാത്ത കാരണമാണോ എന്നറിയില്ല, അങ്ങനെ നിന്ന് തന്നു ഒരു കുഴപ്പമില്ലാണ്ട് നല്ല ധൈര്യത്തോടെ. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടാണ്. അപ്പോൾ അമ്മമാർ ചെയ്യുന്ന കാര്യങ്ങൾ ഇൻസ്പയർഡാക്കി മക്കളും അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഇത് ശരിക്കും എനിക്ക് അതിശയം തന്നെയായിരുന്നു. ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരു കാര്യമായിപ്പോയി. അങ്ങനെ അവിടെ ഇഗ്വാനയൊക്കെ ഉണ്ട്, അതിനൊക്കെ കണ്ട് ആ സെക്ഷൻ അത്രയേ ഉള്ളൂ. മൊത്തത്തിലൊരു ഓവർ വ്യൂ ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവിടെ സ്റ്റോളുകളാണുള്ളത്. അതിങ്ങനെ കുറേ പിന്നെ വള, മാല, കമ്മൽ, ബെഡ്ഷീറ്റുകൾ, അങ്ങനത്തെ കുറച്ച് ബാഗുകൾ, അങ്ങനത്തെ ഒക്കെ വെക്കുന്ന സ്റ്റോളുകൾ. പിന്നെ എന്താ പറയുക, ഖാദിയുടെ മുണ്ടുകൾ, ഖാദി വസ്ത്രങ്ങൾ, അങ്ങനത്തെ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്ന പാരാമീറ്റേഴ്സ് ഉള്ളത്, അതിന് 50 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു ചെയ്യാനുള്ള സ്റ്റോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തില്ല കേട്ടോ, ജസ്റ്റ് കണ്ടുപോയി. ഇപ്പോൾ തീരെ തിരക്കൊന്നുമില്ല, തിരക്കുകൾ വരണേ ഉള്ളൂ. രാത്രിയാണ് ആൾക്കാർ കൂടുതൽ വരിക. പിന്നെ അവിടെ ഹൽവ സ്റ്റോർ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. പല വെറൈറ്റി ടൈപ്പ് ഹൽവകൾ നമുക്ക് സാമ്പിള് തന്നിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട്. ഞങ്ങൾ ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഹൽവയുണ്ട്, അതായത് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റിയത്. പിന്നെന്താ കരിക്കിൻ്റെ ഹൽവ,
പിന്നെ ഗോതമ്പ് പൊടിയും തേങ്ങാപ്പാലും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ളൊരു ഹൽവ, അതൊക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഒരു ഹൽവയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നെ അതേ കരിങ്ങാലി രുദ്രാക്ഷമാലകൾ അങ്ങനെ അതിൻ്റെ സ്റ്റോളുകൾ, അങ്ങനെ സ്റ്റോളുകൾ വളരെ കുറവായിരുന്നു. കുറച്ചൊക്കെ ഗ്യാപ്പ് കണ്ടായിരുന്നു. ഇനി വരുമോ എന്നറിയില്ല. അപ്പം അത് കാരണം എനിക്ക് സംശയം തോന്നി, ഇനി അത് 13-ാം തീയതി വരെ എല്ലാത്തിലും നീട്ടുമോ എന്നറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിങ്ങനെ എന്താ പറയുക, ഒരു ചെറിയൊരു ഫുഡ് കോർട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ബോംബെ അവൽ മിൽക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെറുവക ഐറ്റംസ്, ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുത് 1-2 സ്റ്റോൾ മാത്രം അതിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ പുറത്ത് സ്റ്റേജും ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ രാത്രി പരിപാടികളുണ്ട്, ഡാൻസ് അങ്ങനത്തെ ഓരോ ദിവസം ഓരോ പരിപാടികളാണ്. പിന്നെ ഒരു ചെറിയൊരു ഗാർഡൻ പോലെ, നഴ്സറി പോലെ ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം അവിടുന്ന്. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഇത്രയേ ഉള്ളൂ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ലൈറ്റ്സൊക്കെ ഓണായി തുടങ്ങി. അപ്പോഴാണ് ആൾക്കാർ കൂടുതലും വരുന്നുണ്ടായിരുന്നത്. നമ്മൾ ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന സമയം മാക്സിമം സന്തോഷിക്കുക. അത് നമുക്ക് വളരെ ദൂരെ പോയിട്ടൊന്നും സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ അടുത്താണെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മൾ മാക്സിമം ആസ്വദിക്കാൻ നോക്കുക. കാരണം നാളെ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇന്നത്തെ സന്തോഷം അത് നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ തന്നെ നടത്തണം. നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് നമ്മുടെ കൈകളിലാണ്. അത് വേറെ ആർക്കും കൊണ്ടുതരാൻ പറ്റില്ല. അപ്പോൾ ഉള്ള സമയം നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പം, നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ചിലവഴിച്ച് നമ്മൾ വളരെയധികം സന്തോഷിക്കാനായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു ഈവനിങ് അങ്ങനെ അങ്ങോട്ട് കടന്നു പോയി. അവർ വീണ്ടും വരണം എന്ന് പറഞ്ഞു. അവർക്ക് മെയിനായിട്ട് മത്സ്യകന്യകേനെയും ബേഡ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോളുകളിൽ നിന്നൊന്നും വാങ്ങിച്ചു തരണമെന്നൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് രണ്ടും അവർക്ക് കണ്ട് മതിയായിട്ടില്ല. പിന്നെ ഈ പാർക്കിൽ റൈഡിലൊക്കെ ഒന്ന് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കൂടെ അവരെയും കൊണ്ട് വരണമെന്ന് വിചാരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. പറ്റാവുന്നവരൊക്കെ പോയി കണ്ടോളൂ കേട്ടോ. ടാറ്റാ.